സുന്ദരനാണ്. ഇപ്പോഴും സുന്ദരനാണ് അല്ലേ, കുറച്ചും കൂടെ സുന്ദരനാണ് അല്ലേ. പ്രശ്നമായതുകൊണ്ട് എൻ്റെ കാലിലെ ലിഗമെൻറ്റ് ചെറുതായിട്ട് പണി തന്നു. എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറവുണ്ടെന്ന് പറഞ്ഞു പോയി ഞാൻ മരുന്ന് വാങ്ങിക്കുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് ഈ ഒരു പോലും മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല, ഒന്ന് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അഡ്മിറ്റ് ആവണം. വീൽ ചെയറിലാണ് എന്നെ താഴോട്ട് പ്രൊസീജിയർ റൂമിലോട്ട് ഇതിനകത്ത് കൊണ്ടുപോയത്. ഹായ്, കഴിഞ്ഞൊരു വീഡിയോയിൽ പണി നടന്നുകൊണ്ടിരുന്നൊരു വഴിയില്ല നമ്മൾ കണ്ടേ. ഇപ്പോൾ ഏകദേശം നല്ല മിക്കവാറും പണി കംപ്ലീറ്റ് ആയി. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും വരാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് വലിയൊരു ആശ്വാസം. ഇപ്പം ഇങ്ങനെ സുഖമായിട്ട് നടന്നു പോകാം. മറ്റേത് നിങ്ങൾക്ക് തന്നെ അറിയാലോ, ആ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു അല്ലേ. പിന്നെ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരാം, കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ പുതിയൊരു ശീലം തുടങ്ങിയിട്ടുണ്ട്. ആ ശീലത്തിനാണ് പോണത്. എന്ത് ശീല അതും കാണിച്ചു തരാം. കുറേ ദിവസമായില്ലേ നമ്മളിങ്ങനെ കണ്ടിട്ട്. നിങ്ങളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ അറിയിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ സിറ്റുവേഷൻസാണ് പ്രശ്നം. പക്ഷെ കുഴപ്പമില്ല, തിരിച്ചു വരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അപ്പോൾ എന്തായാലും ഇത് കണ്ടോ വഴി, ഇത് വേറൊന്നുമല്ല, ഇത് ഇൻ്റർലോക്കാട്ടോ. ഇൻ്റർലോക്ക് ഇട്ട് ഇത്രയും വഴി ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കിയേക്കുന്നതാണ്. എൻ്റെ അമ്മ ഇവിടം വരെ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ വഴി. ഇവർ ഭയങ്കര ലാഗായിരുന്നു. എന്നിട്ട് ഇവരോട് നമ്മൾ തർക്കിച്ചാണ് ഒരുവിധം ഇവിടം വരെ ഇത്രയും ഇതാക്കി എടുത്തത്. കാരണം അവർ ഭയങ്കര ലാഗാക്കിയിട്ടേ ഒന്നും പറയണ്ട എൻ്റെ മോനെ. ഇവിടെ സ്ലാബിട്ട് അടച്ചു. മറ്റേത് യൂബറൊക്കെ വിളിക്കണമെങ്കിൽ ഉണ്ടല്ലോ കറക്റ്റ് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ഈ സ്പോട്ടിൽ വന്ന് നിന്നാലേ ഊബറൊക്കെ വിളിച്ചാൽ ജിമ്മാണ് വരുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം അവിടെ പണിയായിരുന്നുണ്ട്. എന്താന്ന് വെച്ചാലേ ഈ തടിയും കൂടി ഭയങ്കര ടാസ്ക് ആയിരുന്നു അവസ്ഥയാണല്ലോ. ഇനി കുറച്ച് ബോഡിയിൽ ചെറിയൊരു പെട്ടെന്ന് വിളിക്കുന്നെങ്കിൽ പണി തരാം. റോഡ് പണിക്കാരുടെ വണ്ടിയായിരുന്നു. സ്ട്രെങ്ത്തൊക്കെ ഒന്ന് കൂട്ടിയെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ശരിയാവില്ല. 1-2 വീഴ്ചയിൽ 3-4 ലിഗമെന്റ് പണി കിട്ടിയിരിക്കുക. അപ്പം അതുകൊണ്ട് എന്താ പറയുക, എക്സസൈസ് ചെയ്ത് ശരിയാക്കി എടുക്കണം. ആദ്യം സത്യം പറയാലോ ഭയങ്കര മടിയായിരുന്നേ. സത്യം കേട്ടോ, ആദ്യമൊക്കെ ഇപ്പം ഭയങ്കര ഒരു മടിയായിരുന്നു. രാവിലെ എനിക്ക് പോകണം എന്നൊക്കെയുള്ളൊരു ഭയങ്കര മടിയായിരുന്നു. പക്ഷെ പോയി ആ എക്സസൈസും ആ ഒരു റൊട്ടീനായിട്ട് നമ്മളൊന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമില്ല. എല്ലാ ദിവസവും പോകാൻ ഒരു ഇൻട്രസ്റ്റ് ആയി. മുടക്കിയിട്ടില്ലെന്ന് വെച്ചാൽ മുടങ്ങിപ്പോയിട്ടൊക്കെ ഉണ്ട്, മനഃപൂർവ്വം അല്ല. അമ്മേൻ്റെ ഹോസ്പിറ്റൽ കേസും മറ്റു കാര്യങ്ങളും, പിന്നെ വീട്ടിൽ ഒരു കാർപ്പറ്റിംഗ് ഈ ആശാരിപ്പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ മുടങ്ങിപ്പോയിട്ടുണ്ടെന്നുള്ളത് മുടങ്ങിപ്പോയിട്ടില്ല. ഇതിപ്പോൾ ട്രെഡ്മില്ലാണ്. ട്രെഡ്മില്ല് ഞാൻ പൊതുവേ ഓടുമ്പം ഇതേപോലെ ഒരു ഹെഡ്സെറ്റ് നെക്ക് ബാൻഡ് വെച്ച് യൂട്യൂബിൽ ഏതെങ്കിലും പാട്ടോ അല്ലെങ്കിൽ കഥയൊക്കെ ഇട്ടിട്ടായിരിക്കും ഞാനിങ്ങനെ ഓടാറ്. അപ്പോൾ നമ്മളൊന്നും അറിയില്ല, നമുക്കൊരു ക്ഷീണം അറിയില്ലേ. നല്ല സുഖമായിട്ടിങ്ങനെ ആ ഒരു എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 20 മിനിറ്റാണ് ഓടാറ്. അപ്പോൾ 20 മിനിറ്റുള്ള ഏതെങ്കിലും കഥയോ അല്ലെങ്കിൽ പാട്ടോ വെച്ചിട്ട് അതിൻ്റെ ഒപ്പം ഞാൻ അങ്ങ് ഓടുകയോ അല്ലെങ്കിൽ നടക്കുകയോ ചെയ്യും. ഇതിപ്പോൾ വേറൊരു എക്സസൈസാണ്. ഞാനിത് ആദ്യമായിട്ട് ചെയ്യണേ, കാലിൻ്റെ എക്സസൈസ്. ആ കാലിൻ്റെ ഭാഗം കാണാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ കമന്നെടുത്തിട്ട് നമ്മുടെ കാല് മുകളിലേക്ക് പൊക്കുകയും താത്തുകയും ചെയ്യുന്നൊരു എക്സസൈസാണത്. എന്താ അതിൻ്റെ കറക്റ്റ് ടേംസ് എന്നൊന്നും പറഞ്ഞാലും എനിക്കറിയില്ല. അപ്പോൾ കാലിൻ്റെ ഒരു എക്സസൈസ് ആയിരുന്നു ഇത്. നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. പിന്നെ അതങ്ങ് സെറ്റായി. ആദ്യം കുറച്ച് കാലുവേദനയും കരളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങ് ലെവലായി.
അങ്ങനെ വർക്കൗട്ട്സ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇപ്പൊ മനസ്സിലായോ എന്താ ശീലം? ഈ വയറൊക്കെ ഒന്ന് കുറയ്ക്കണം. ഈ വയറ് ഹിപ്പൊക്കെ ശരിയാവില്ല. അത് കുറച്ചിട്ട് ഒന്ന് സുന്ദരനാവണം. ഇപ്പോഴും സുന്ദരനാണ് അല്ലേ? കുറച്ചും കൂടെ സുന്ദരനാവണം. അല്ലേ? മുൻപൊക്കെ ജിമ്മ് കഴിഞ്ഞ് സൈക്കിളിൽ തിരിച്ചു പോകുമായിരുന്നു ഞാൻ. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അന്ന് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഈ ജിമ്മല്ല, അത് വേറെ അങ്ങോട്ടൊരു ജിമ്മാണ്. പക്ഷെ അതിനെ കഴിഞ്ഞും ഈ ജിമ്മിൽ നമുക്ക് കുറേ കൂടെയൊക്കെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും. ട്രെയിനറിൻ്റെ അതുകൊണ്ട് പിന്നെ അവിടെ തന്നെ കഴിഞ്ഞ് എനിക്ക് ഇവിടെ ഇഷ്ടം. കുറച്ചും കൂടെ നമ്മുടെ വീടിനടുത്തുമാണ്, കുറേ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ. അന്ന് ജിമ്മിൽ പോയിട്ട് നിന്ന് പോയത് എൻ്റെ കാലിന് പ്രശ്നമായതുകൊണ്ട് എൻ്റെ അമ്മേനെ കൊണ്ട് ഫിസിയോതെറാപ്പിക്ക് വന്നോ. വെൽമാക്സ് ഫിസിയോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് സമയം പോയി, ഞങ്ങൾ എന്നെ കണ്ടിന്യൂ ചെയ്യാനും പറ്റിയില്ല ഇന്ന് അവിടെ എത്തിയപ്പോൾ. അതുകൊണ്ട് ഓടിപ്പിടിച്ച് പോണതാ. ഇപ്പം ഈ കാണുന്നേ ഉള്ളിൽ മിക്കവാറും ആൾക്കാർ കാണും. കിട്ടിയത് ഓക്കെ ഏട്ടാ, താങ്ക് യു. വെൽക്കം. ശരി എന്നാ. ഓടിക്കറിക്കും. വിളിച്ചായിരുന്നോ? അപ്പം നമ്മൾ ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ അമ്മയുടെ ഈ ബാക്ക് പെയിൻ ജേണിനെ പറ്റി ഒന്ന് പറഞ്ഞേ. ബാക്ക് പെയിന് അല്ല, ഈ നടുവേദന വന്ന് ഇപ്പം ഇതുവരെയുള്ള ഒരു യാത്ര ഒന്ന് പറ. ഇവർക്ക് ട്രാക്ഷൻ ഇട്ട കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. കംപ്ലീറ്റ് റിക്കവർ ആയിട്ടില്ലല്ലോ. കംപ്ലീറ്റ് റിക്കവർ ആയിട്ടില്ല, എന്നാലും ഇപ്പോൾ കുറേ വ്യത്യാസം വന്നില്ലേ? 50% പണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമായിരുന്നോ? കിടന്ന് കിടപ്പല്ലായിരുന്നോ? ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ പോയി ശരിയായില്ല, പിന്നെ നമ്മൾ രാജഗിരി പോയിട്ടല്ലേ റിക്കവർ ആയത്. പേരൊന്നും പറയണ്ട, അവിടുത്തെ ആ ഒരു ഇതൊക്കെ പറ. നമ്മൾ ആദ്യം പോയ ഹോസ്പിറ്റലിലെ കാര്യം പറ. പേര് പറയണ്ട, ഹോസ്പിറ്റലിൻ്റെ പേര് പറയണ്ട, അനുഭവങ്ങൾ പങ്കുവെച്ചാൽ മതി. എനിക്ക് ഭയങ്കര പെയിനായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്. പിന്നെ ആദ്യം ഒരു മാസമായിട്ട് മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു പെയിനായിട്ട്. എന്നാലും എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞെങ്കിൽ ആ സമയത്തൊന്നും എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറവുണ്ടെന്ന് പറഞ്ഞു പോയി ഞാൻ മരുന്ന് വാങ്ങിക്കുന്നു. പിന്നെ ശരിക്കും അന്നേരമൊന്നും കുറവില്ല. പിന്നെ എനിക്ക് പെയിൻ കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് ഒരു അടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല, ഒന്ന് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അഡ്മിറ്റ് ആവണം. വീൽ ചെയറിലാണ് എന്നെ താഴോട്ട് പ്രൊസീജിയർ റൂമിലോട്ട് ഇതിനകത്ത് കൊണ്ടുപോയത്. കാഷ്വാലിറ്റിയിലല്ല, റൂം പ്രൊസീജിയർ റൂമിൽ അവരവിടെ കിടത്തിയിട്ടാണ് എനിക്ക് ഇഞ്ചക്ഷൻ തന്നത്. ഇഞ്ചക്ഷൻ എടുത്തിട്ട് അവിടെ നിന്ന് പോന്നു. പിന്നെ പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേന് എനിക്ക് വീണ്ടും പെയിൻ. ഉച്ചയല്ല, ഉച്ച 4 മണിയായിട്ടുള്ള നമ്മളിവിടെ വന്നപ്പോൾ മുതൽ എനിക്ക് പെയിനായിരുന്നു. ഞാൻ രാത്രി മുഴുവൻ വേദന സഹിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗുളികയൊക്കെ കഴിച്ചു വെച്ചു. പിന്നെ രാവിലെ തന്നെ പോയി ഹോസ്പിറ്റലിൽ. പിന്നെ അന്ന് അവിടെ അഡ്മിറ്റായി. അന്നേരം മുതൽ 2 ആഴ്ച 14 ദിവസം അവിടെ അഡ്മിറ്റായി. അവിടെ നിന്ന് പിന്നെ വീണ്ടും ഇതെടുക്കുന്നു, MRI എടുക്കുന്നു. MRI എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം എടുത്തന്നെ കഴിഞ്ഞ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. പക്ഷെ ഈ ഹോസ്പിറ്റലിലെ മരുന്ന് കഴിച്ചിട്ടൊന്നും കുറയുന്നില്ല. അവർ മുഴുവൻ സ്റ്റിറോയിഡ് അടിച്ച് കയറ്റുന്ന മൊത്തം. ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ സർജറി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടൻ പെട്ടെന്ന് എമർജൻസിയിലെടുത്ത് വരുന്നു. ട്രാക്ഷൻ ഇട്ടിട്ട് ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ വീട്ടിൽ 2 ആഴ്ച കിടന്നു. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്നിട്ട് രാജഗിരിയിലും
ആസ്റ്ററിലൊക്കെ പോയി ഹോസ്റ്റലിലെല്ലാം പോയി. ഈ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും അച്ഛനും കൂടെ ഒരുമിച്ചാണ് പോയത്. അപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കണ്ടാലേ അവർക്കത് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ട്രാക്ഷൻ എടുത്തതിന് ശേഷം പോയപ്പോഴാണ് ഈ ഒരു നെർവ് റൂട്ടിൻ്റെ ഒരു ഇഞ്ചക്ഷൻ അല്ലേ, അത് വെച്ചാൽ പിന്നെയാണ് ഓക്കെ ആയത്. എന്നാൽ നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയെ പറ്റി അവർ പറഞ്ഞതുമില്ല. അവർ ഉദ്ദേശിച്ചത് അതായത് MRIയിൽ ഉള്ള കൂടുതൽ പ്രശ്നം L1 L2ലാണ്. L4 L5 സിംറ്റംസ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് രാജഗിരിയിൽ ഡോക്ടർ ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിപ്പോൾ നമ്മൾ L4 L5 തന്നെയാണോ എന്നറിയാൻ വേണ്ടിയാണ് ഇപ്പം ബ്ലോക്ക് ചെയ്ത് ഇഞ്ചക്ഷൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അമ്മയുടെ വീഡിയോ ഞങ്ങൾ കോളേജിൽ പോയപ്പോൾ ഒരു ദിവസം കോളേജിൽ പോയപ്പോൾ അമ്മയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇവിടെ. അന്ന് പക്ഷേ അമ്മ കുറച്ച് റിക്കവറായി കഴിഞ്ഞിട്ട്, അതായത് ട്രാക്ഷൻ ഏതാണ്ട് ഊരാനായി എന്നൊരു സിറ്റുവേഷൻ ആയപ്പോഴാണ് പിന്നെ ഞാൻ പറഞ്ഞത് ആ ഒരു കാര്യം. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പം ഈ ഫേസിൻ്റെയൊക്കെ ഒരു ഇത് കണ്ട്, ഇതൊക്കെ സ്റ്റിറോയിഡ്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. അത്രയും സ്റ്റിറോയിഡ്സ് അവിടെ നിന്ന് കയറിക്കൊണ്ടിരുന്നത് അല്ലേ. സ്റ്റിറോയിഡ്സ് ഇഞ്ചക്ഷനായിട്ടും ഗുളികളായിട്ടൊക്കെ ട്രിപ്പായിട്ടും ഒരു 3-4 ദിവസമായിട്ടുള്ള സ്റ്റോപ്പായിട്ട് അവിടെ നിന്നുണ്ടായിരുന്നു. രാജഗിരിയിൽ നിന്ന് അത് എടുത്തതിന് ശേഷം ഉണ്ടായിരുന്നു. അത് പിന്നെ ഒരു അത്ര ലോ ഡോസ് അല്ലായിരുന്നു അല്ലേ, അതും ഹെവി ഡോസ് ആയിരുന്നു തോന്നുന്നു അല്ലേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെസ്റ്റിന് തോന്നുന്നു 50% ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ 50% ഓക്കെ ആവാനുണ്ട്. അമ്മച്ചിമാരിലുള്ളൊരു ഹെൽപ്പായിരുന്നു അല്ലേ. ഒരു വലിയൊരു ഹെൽപ്പായിരുന്നു. ഞാൻ അവിടെ ഇവിടെയൊക്കെ പോകുമ്പം അവരല്ലായിരുന്നു റൂമിൽ കൂട്ട്. എന്ത് റൂമിലെ കൂട്ടിൽ എല്ലാത്തിനും അവരുള്ളതുകൊണ്ടേ എനിക്കും സപ്പോർട്ടായിരുന്നു, എനിക്കൊരു സപ്പോർട്ടായിരുന്നു. അതാ പറഞ്ഞേ, എവിടെയൊക്കെ പോകുമ്പോൾ നമുക്കൊരു ധൈര്യമായിരുന്നു. അന്ന് ഈ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അപ്പം തന്നെ വീണ്ടും ഫുഡ് വേണമെന്ന് പറയും. ഈ പരവേശം കാരണം വെള്ളം എന്തൊക്കെയോ ഒരു പരവേശമായിരുന്നു. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഇവരുള്ളതുകൊണ്ട് എനിക്കൊരു സമാധാനമായിരുന്നു ക്യാൻറ്റീനിൽ അവിടെയൊക്കെ പോകാൻ. അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷനാണ്, അയ്യോ ക്യാൻറ്റീനിൽ പോകുമ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു ടെൻഷന്. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് അല്ലേ. അപ്പോൾ അമ്മ ഇന്ന് അമ്മയുടെ പ്രശ്നം പറഞ്ഞില്ലേ, നാളെ ഈ ഹോസ്പിറ്റൽ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമ്മയുടെ ഹോസ്പിറ്റൽ ജേണിയിൽ ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്തു, ഞാൻ ഏതൊക്കെ രീതിയിലാണ് അമ്മയുടെ ഹോസ്പിറ്റൽ ജേണിയിൽ സർവൈവ് ചെയ്തത് എന്നുള്ളത് ഞാനപ്പോൾ നാളെ പറയാം. അപ്പോൾ നമുക്ക് നാളെ ആ വിശേഷങ്ങളായിട്ട് കാണാം.